നമസ്കാരം, ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. കരിമീൻ കൃഷിയിൽ പൊന്നു വിളയിക്കാൻ സജ്ജമായി തിരൂർ മംഗലത്തെ ഒരു കൂട്ടായ്മ. മംഗലം തിരുത്തുമലിലെ 45 കുടുംബങ്ങളാണ് മത്സ്യകൃഷിയിൽ പുതിയ വിജയഗാഥ കുറിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത്. തിരൂർ പൊന്നാനിപ്പുഴയുടെ കൈത്തോടായ കുറുകത്തോടിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് ഞായറാഴ്ച നടക്കും. തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും 2% മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തോട്ടിൽ കരിമീൻ കൃഷി ആരംഭിച്ചത്. 3 ഹെക്ടറിൽ 30,000 കരിമീൻ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. അവ ഇപ്പോൾ തോടിന്റെ ഓളപ്പരപ്പിൽ പിടിക്കുന്ന കരിമീനുകളായി വളർന്നിരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മത്സ്യകൃഷി കൂട്ടായ്മയാണ് ഇവരുടെ സംഘം. കറുകത്തോടിന്റെ മത്സ്യകൃഷി സാധ്യത അധികൃതർ തിരിച്ചറിയുകയും അത് നാടേറ്റെടുക്കുകയും ചെയ്തതോടെയാണ് ഈ കൂട്ടായ്മ പിറന്നത്. അതോടെ തോടിന്റെ ഇരുകരകളിലുമായുള്ള 45 കുടുംബങ്ങൾ കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടു. 70 വയസ്സുകാരൻ മുതൽ കൂട്ടായ്മയിൽ അംഗമായതോടെ നാടിന് മത്സ്യകൃഷി ആവേശമായി. 45 കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ രാഷ്ട്രീയത്തിനും മതത്തിനും അതുപോലെ തന്നെ വർഗങ്ങൾക്ക് അതീതമായിക്കൊണ്ട് ഈ 45 പേരെയും ഒരു കുടക്കീഴിൽ ഞങ്ങൾക്ക് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും നല്ല ഒരു ഗുണകരമായിട്ടുള്ള അവസ്ഥയായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. വ്യത്യസ്ത സ്വഭാവക്കാരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കിട്ടുക എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ നല്ലൊരു രീതിയിലാണ് ഞങ്ങൾ അവരെ കാണുന്നത്. ഈ സംരംഭത്തിന് ഞങ്ങൾ ഇപ്പോൾ തുടക്കം കുറിച്ചത് 15 ലക്ഷം രൂപയാണ് ഈ സംരംഭത്തിന് ഞങ്ങൾ മുതൽ മുടക്കായിട്ട് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത്. 30,000 കരിമീൻ കുഞ്ഞുങ്ങളെ ഇതിൽ നിക്ഷേപിച്ചുകൊണ്ട് അതിന്റെ വിളവെടുപ്പ് ഈ വരുന്ന ഞായറാഴ്ച നടക്കാൻ പോവുകയാണ്. നീർനായ ശല്യം രൂക്ഷമായ തോട്ടിൽ രാത്രി കാവലിരുന്നാണ് ഈ കൂട്ടായ്മ കൃഷിയെ നെഞ്ചിലേറ്റിയത്. സാമൂഹ്യവിരുദ്ധ ശല്യ സാധ്യതകളും കർഷകർ മുന്നിൽ കണ്ടിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി, വാർഡംഗം KT റാഫി മാസ്റ്റർ, പുറത്തൂർ ഫിഷറീസ് ഓഫീസിലെ ഓഫീസർ ഷീജി, ഫിഷറീസ് പ്രൊമോട്ടർമാരായ ഷെഹിൻ ഷാ, മൻസൂർ എന്നിവരുടെ പിന്തുണയും സഹായവുമാണ് ഇവരുടെ മത്സ്യകൃഷിക്ക് കരുത്തേകിയത്. തോട്ടിൽ തന്നെ പ്രത്യേക കൂട് സ്ഥാപിച്ച് അതിലാണ് കുട്ടികളെ നിക്ഷേപിച്ചത്. 6 മാസമായി ഊണും ഉറക്കവുമില്ലാതെ മത്സ്യകൃഷിയുടെ അരികത്താണ് കർഷകർ. കൃഷികാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പുഴയിൽ പ്രത്യേകം കൂടാരം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നിത്യതൊഴിലെടുത്ത് കുടുംബം പോറ്റുന്നവരാണ്. ചെയ്യുന്ന ജോലിക്കൊപ്പം ഒരു അധിക വരുമാനം നേടാനാവുമെന്നത് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് മംഗലം.